പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കർത്താവിൻ്റെ രക്തമാണ്. ഈ രക്തമാണല്ലോ നമ്മളെ വിടുവിച്ചത്. ഈ രക്തത്താലാണല്ലോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നത്. ഈ രക്തം എങ്ങനെയാണ് നമ്മളെ വിടുവിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളെ കർത്താവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്നു, അല്ലെ ഏതൊക്കെ മേഖലകളിലാണ് കർത്താവിൻ്റെ രക്തം നമുക്ക് വിടുതൽ തരുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ശോധന ചെയ്യാം. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമം പുതിയ നിയമം നമ്മൾ താരതമ്യം ചെയ്ത് വായിച്ചാൽ കർത്താവിൻ്റെ പല വെളിപ്പാടുകൾ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇന്നും ഞാൻ കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പല ഇടങ്ങളിൽ നിന്നും അല്ലെ പല ഭാഗങ്ങളിൽ നിന്നും വചനത്തിന് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അതിൻ്റെ മഹത്വം എന്താണ്, നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ രക്തത്തിലൂടെ വിടുതൽ നൽകുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് ശോധന ചെയ്യാം. അതിനാധാരമായിട്ട് ഒരു വാക്യം നമുക്ക് നോക്കാം. ലേവ്യ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 14-ാം വാക്യം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 14 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ കാളയുടെ രക്തം കുറെയെടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറെ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന് മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവമായ കർത്താവ്, ദൈവമായ യഹോവ മോശയോട് കൽപ്പിക്കുകയാണ്, നീ കാളയുടെ രക്തം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെ പ്രായശ്ചിത്തമായിട്ട് അവിടെ എപ്രകാരമാണ് നീ യാഗം കഴിക്കേണ്ടത്, അതിനുള്ള ഓരോ ഡീറ്റെയിൽസും യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന കാളയുടെ രക്തം നീ 7 പ്രാവശ്യം കൃപാസനത്തിന്മേൽ തളിക്കണം. കൃപാസനം എന്ന് പറഞ്ഞാൽ പെട്ടകം, അതായത് പെട്ടകത്തിൻ്റെ മുകളിൽ ഭാഗത്ത് സറാഫുകൾ അതിനെ ചുറ്റി മൂടിയിരിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മേഴ്സി സീറ്റ് ആണെന്ന് അതിന് പറയുന്നത്. ആ മേഴ്സി സീറ്റിലേക്ക് നീ 7 പ്രാവശ്യം ഈ കാളയുടെ രക്തം തളിക്കണമെന്നാണ് ദൈവമായ യഹോവ മോശയോട് കൽപ്പിക്കുന്നത്. ഈ 7 പ്രാവശ്യം തളിക്കുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ പുതിയ നിയമത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി 7 പ്രാവശ്യമാണ് രക്തം ചൊരിഞ്ഞത്. ആ 7 പ്രാവശ്യവും ചൊരിഞ്ഞ രക്തം നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, നമ്മുടെ ശാരീരികമായും മാനസികമായും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ രക്തം നമുക്ക് എങ്ങനെയാണ് വിടുതൽ തരുന്നത് എന്ന് നമുക്ക് വചനത്തിൽ നിന്നും ശോധന ചെയ്യാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു, അല്ലേ? ഈ രക്തമാണ് നമ്മളെ വിടുവിക്കുന്നതും സൗഖ്യമാക്കുന്നതും നമ്മുടെ രോഗങ്ങൾക്കും പാപങ്ങൾക്കും നമ്മുടെ മാനസികമായും ശാരീരികമായ സൗഖ്യവും വിടുതലും നൽകുന്ന കർത്താവിൻ്റെ രക്തമാണ്. പക്ഷെ അത് എങ്ങനെയാണ് കർത്താവ് അത് ചെയ്തത്, അല്ലെ അത് വചനത്തിൽ നിന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമുക്ക് അതിനാധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു പിടിക്കപ്പെടുന്നതിന് ഒരു രാത്രി മുൻപേ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു അഗനി, കർത്താവ് അവിടെ അനുഭവിച്ച ആ വേദന, ആ ഒരു പ്രയാസം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അതായത് കർത്താവിൻ്റെ ദേഹത്ത് നല്ല മുഖത്തുനിന്ന് വീണ വേർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി മാറിയെന്നാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല, അല്ലേ? നമ്മളെ വേർപ്പ് തുള്ളികളൊക്കെ രക്തത്തുള്ളിയായിട്ട് വീഴണമെന്നുണ്ടെങ്കിൽ മാനുഷികമായി നമുക്കത് ആലോചിക്കാൻ, നമുക്ക് കാണാനോ അല്ലെ ഒരു പ്രാവശ്യം പോലും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തനിക്ക് മുൻപായി നേരിടാൻ പോകുന്ന ആ കഷ്ടത്തെ ഓർത്തപ്പം, ആ ക്രൂശീകരണത്തെ കർത്താവ് ഓർത്തപ്പം, ആ ഏകനി, ആ കർത്താവ് അനുഭവിച്ച മാനസിക പ്രയാസത്തിൽ കർത്താവിൻ്റെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയെന്നാണ് നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നത്. നമുക്കത് ഊഹിക്കാൻ പോലും കഴിയാത്ത വേദനയിലൂടെയാണ്, മാനസികമായ സംഘർഷത്തിലൂടെയാണ് കർത്താവ് യേശുക്രിസ്തു ആ ഭാഗത്ത് അവിടെ രക്തം ആദ്യമായിട്ട് അവിടെ തളിക്കപ്പെടുന്ന കർത്താവിൻ്റെ രക്തം ഷെഡായത് അവിടെയാണ്. ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുന്നത്. ഫസ്റ്റ് കർത്താവിൻ്റെ രക്തം ചൊരിയപ്പെട്ടത് ആ ഭാഗത്താണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളിയായി മാറണമെങ്കിൽ എന്തുമാത്രം ആഗനി, അല്ലെ എന്തുമാത്രം മാനസികമായ സംഘർഷവും വേദനയിലൂടെ ആയിരിക്കും കർത്താവ് കടന്നുപോയത്. ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല, അല്ലേ? അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞത് രക്തം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മാനസിക സംഘർഷങ്ങൾക്കും, നമ്മുടെ ബുദ്ധിയിൽ അല്ലെ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഹീലിങ്ങിന് വേണ്ടി, നമ്മുടെ സോളിൻ്റെ ഹീലിങ്ങിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു രക്തം ആദ്യമായിട്ട് ചൊരിഞ്ഞത്.
നമുക്കെല്ലാവർക്കും അറിയാലോ, നമ്മുടെ ശാരീരിക വിടുതലിനേക്കാളും അല്ലെങ്കിൽ ശാരീരികമായ സൗഖ്യത്തെക്കാട്ടിലും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അവൻ്റെ സോളിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ സന്തോഷം, ആത്മാവിൽ അവൻ അനുഭവിക്കുന്ന സമാധാനമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം. അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവ് അവൻ്റെ രക്തം, ആ വിലയേറിയ രക്തം കർത്താവ് അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ആദ്യമായിട്ട് അവിടെ വെളിപ്പെടുത്തി തരുന്ന ഭാഗം. അടുത്തതായിട്ട് കർത്താവ് ചൊരിഞ്ഞ രക്തം നമുക്ക് കാണാൻ സാധിക്കുന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 67-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 67-ാം വാക്യം. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കർണത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാര് എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന കർത്താവിനെ അവിടെ മുഖത്ത് ഉപദ്രവിക്കുകയാണ് അല്ലേ. യേശയപ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ 50-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ വ്യക്തമായി കർത്താവിനെ ഉപദ്രവിച്ചതും അല്ലെ കർത്താവിൻ്റെ ആ കഷ്ടാനുഭവങ്ങൾ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പി കർത്താവിനെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കർത്താവിൻ്റെ മുഖം അവർ വിരൂപമാക്കുകയാണ്. ആ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കർത്താവിൻ്റെ മുഖം അല്ലേ കർത്താവിനെ കാണത്തക്ക മനുഷ്യൻ രൂപം എന്ന അല്ലാത്ത രീതിയിൽ കർത്താവിനെ അവർ വിരൂപമാക്കി തീർത്തു. അവൻ്റെ മുഖത്ത് കവിള് കർത്താവിൻ്റെ കവിള് ആ ദുഷ്ടന്മാർക്ക് അല്ലേ ആ പടയാളികൾക്ക് വിട്ടുകൊടുത്തു. ആ കർത്താവിൻ്റെ മുഖത്തെ രോമത്തെ അവർ പറിച്ചെടുക്കുകയാണ്. അപ്രകാരമല്ലേ പ്രവാചകൻ അവിടെ എഴുതിയിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തെ അവർ തുപ്പി പരിഹസിച്ചു. കർത്താവിൻ്റെ മുഖത്തെ രോമങ്ങൾ, ആ വിലയേറിയ മുഖത്തെ, എൻ്റെ പ്രാണപ്രിയൻ്റെ വിലയേറിയ മുഖത്തെ അവരവിടെ വിരൂപമാക്കി തീർക്കുകയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഇമേജ് അല്ലെ, നമുക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിൻ്റെ രൂപമായി ക്രിസ്തുവിൻ്റെ ഇമേജിലേക്ക് നമ്മൾ മാറാൻ വേണ്ടി കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാലോ, കർത്താവിൻ്റെ വരവ് നമ്മൾ നിത്യതയിൽ വാഴുമ്പോൾ നമ്മുടെ ഈ ശരീരം കൊണ്ടല്ല നമ്മൾ കർത്താവിനോടൊപ്പം വസിക്കാൻ പോകുന്നത്. നമുക്ക് വേറൊരു ശരീരം, നമുക്ക് കർത്താവിനോടൊപ്പം ജീവിക്കാൻ വേറൊരു രൂപമായിട്ടാണ് നമ്മളവിടെ മാറുന്നത്. ആ ശരീരം, ആ ഇമേജ്, അത് ദൈവത്തോടൊപ്പം ഉള്ള ഒരു ഇമേജ് പ്രാപിക്കാൻ വേണ്ടിയാണ് ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ രൂപമായി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എൻ്റെ പ്രാണപ്രിയൻ, അവൻ്റെ മുഖത്തെ ആ പടയാളികൾക്ക് അല്ലെ ആ ദുഷ്ടന്മാർക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ കാണിക്കുന്ന കർത്താവ് ചൊരിഞ്ഞ രക്തച്ചൊരിച്ചിലാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മൂന്നാമത് കർത്താവ് എവിടെയാണ് രക്തം ചൊരിക്കുന്നത്? അതേ അധ്യായം, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അങ്ങനെ അവൻ ബർന്നബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു. ചമ്മട്ടി കൊണ്ട് കർത്താവിനെ അവിടെ ഉപദ്രവിക്കുകയാണ് ഇല്ലേ. അന്നത്തെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൽ ഒരു പ്രിസണറിനെ അല്ലെ കുറ്റവാളിയെ ഉപദ്രവിക്കുന്നു വെച്ചാൽ, അവരെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു വെച്ചാൽ മുതുകിൽ അല്ലെ ബാക്കിൽ അവർ ചാട്ടവാറ് കൊണ്ട് അടിക്കും. ആ ചാട്ടവാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ ഒരു ചാട്ടവാറല്ല, അതിൽ പലവിധ ഉപദ്രവിക്കപ്പെടാൻ അല്ലെ മനുഷ്യമാംസം പറിച്ചെടുക്കത്തക്ക രീതിയിലുള്ള പലവിധ സാധനങ്ങൾ, മുള്ളുകൾ, കല്ലുകൾ, അങ്ങനെ പലവിധ വേദനാജനകമായ പലവിധ സാധനങ്ങൾ അവർ ഫിക്സ് ചെയ്തിട്ടാണ് ഈ ചാട്ടവാർ അവർ ഉണ്ടാക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ മനുഷ്യൻ്റെ പുറകിലുള്ള മാംസം പോലും പറിച്ചെടുക്കത്തക്ക രീതിയിൽ, ആ ഒരു രീതിയിൽ അതായി തീരത്തക്ക രീതിയിലാണ് അവരതിനെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ കർത്താവിൻ്റെ മുതുകിൽ അവർ അടിച്ചപ്പോൾ അല്ലെ കർത്താവിൻ്റെ പുറത്ത് അവരത് വെച്ച് ഉപദ്രവിച്ചപ്പോൾ കർത്താവിൻ്റെ പുറത്തെ ആ മാംസം കൂടി അതിനോടൊപ്പം കടന്നു വരികയാണ്. നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ എത്ര വലുതാണില്ലേ. ഒരു മനുഷ്യന് അനുഭവിക്കാൻ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിട്ടാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച യാതന, നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ. അതെന്നും നമ്മൾ ഓർക്കണം ദൈവമക്കളെ. കാരണം ഒരു കത്രുമേശ എടുക്കുമ്പോൾ അല്ലെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ അല്ലെ ഒരു യോഗത്തിൽ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ പാടുമ്പോൾ മാത്രമല്ല നമ്മൾ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ഓർക്കണം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം എത്ര വലുതാണ്. അവൻ്റെ ശരീരത്തെ, അവൻ്റെ മുതുകിനെ, അവൻ ഫുൾ ഒരു കർത്താവിൻ്റെ സകലത്തെയും നമുക്ക് വേണ്ടി, നമ്മളെയും എന്നെയും നിങ്ങളെയും ഓർത്താണ് കർത്താവ് ഈ യാതനകൾ, ഈ വേദനകളൊക്കെ സഹിച്ചതെന്ന് നമ്മളെപ്പോഴും സ്മരിക്കേണ്ടത് ആവശ്യമാണ് ദൈവമക്കളെ. അങ്ങനെ നമ്മൾ സ്മരിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും നമുക്ക് മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പാടാൻ നമുക്ക് കഴിയുന്നതും. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് കർത്താവ് അവൻ്റെ
പുറം അല്ലെ കർത്താവിൻ്റെ ബാക്ക് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. യേശയ്യാപ്രവചനത്തിൽ ഇപ്രകാരം എഴുതി 50-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ അവർക്ക് അവൻ്റെ മുതുക് കാണിച്ചു കൊടുത്തു. അതായത് സ്വയം വില്ലിങ്ങായിട്ട് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പ്രവാചകൻ പറയുന്നത് അല്ലേ. കർത്താവിൻ്റെ ശരീരം കർത്താവ് വിട്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. അതിൽ കർത്താവ് നമ്മളെയും എന്നെയും നിങ്ങളെയും ഓർത്താണ് കർത്താവ് അത് ചെയ്തത്. ബാക്ക് എന്ന് കാണിക്കുന്ന എന്താണ്? നമ്മുടെ ശാരീരിക ഹീലിങ്ങിനെയാണ് കാണിക്കുന്നത്, നമ്മുടെ സൗഖ്യത്തെയാണ് ആ ഒരു രക്തച്ചൊരിച്ചിൽ അവിടെ കാണിക്കുന്നത്. നമ്മുടെ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മാനസിക ഹീലിംഗ്, അതായത് മെൻ്റൽ ഹീലിംഗ്, നമ്മുടെ സോളിൻ്റെ ഹീലിംഗ് ആണ് കർത്താവ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഇമേജ്, കർത്താവിൻ്റെ ഫേസ് കാണിച്ചു കൊടുത്തു. നമ്മുടെ ഇമേജ് ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ഇമേജ് ആയി തീരാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ രണ്ടാമത് ചെയ്ത കർത്താവിൻ്റെ ആ പ്രവൃത്തി. മൂന്നാമത് നമ്മൾ കണ്ടു, കർത്താവിൻ്റെ പുറം അവൻ കാണിച്ചു കൊടുത്തു. അതായത് നമ്മുടെ ഹീലിങ്ങിന് വേണ്ടി, ശാരീരിക സൗഖ്യത്തിന് വേണ്ടി, നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും കർത്താവ് ഓൾറെഡി ശരീരത്തിൽ വഹിച്ചതാണ്. ആ വേദനകൾ കർത്താവ് ശരീരത്തിൽ വഹിച്ചിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ സകലത്തെയും ജയിച്ചിരിക്കുന്നു. അപ്പോൾ മൂന്നാമത് കർത്താവ് ചൊരിഞ്ഞ രക്തം നമ്മൾ കണ്ടല്ലോ. നാലാമത് നമുക്ക് അതേ അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യത്തിലുണ്ട്, അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടങ്ങി അവൻ്റെ തലയിൽ വെച്ചു, വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം വെക്കുകയാണ് ദൈവമക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പല പടങ്ങളിലും ഫോട്ടോസിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ത്രോൺ, കർത്താവിൻ്റെ തലയിൽ ഒരു തോൺ കൊണ്ടൊരു ക്രൗൺ ഉണ്ടാക്കി വെച്ച്. പക്ഷേ ശരിക്കും നമ്മൾ ചരിത്രം വായിച്ചാൽ ആ കിരീടം അങ്ങനെയല്ലായിരുന്നു. ഓരോ മുള്ളിൻ്റെ നീളം, നമ്മുടെ ഈ ഒരു കൈയുടെ നീളം അതിൽ കൂടുതലായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഓരോ തോണും ഓരോ മുള്ളുകളും എൻ്റെ കർത്താവിൻ്റെ തലയ്ക്കുള്ളിൽ കടന്നുപോയതാണ്. അങ്ങനെയാണ് കർത്താവിൻ്റെ അവസാന തുള്ളി രക്തം വരെ കർത്താവ് ഒഴുക്കിയത്. ആ കിരീടം കർത്താവ് എന്തിനാണ് വഹിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെ ചിന്ത, നമ്മുടെ മനസ്സിലെ നമ്മുടെ മാനുഷികമായിട്ടുള്ള എല്ലാ ചിന്ത, അതിൽ കടന്നു വരുന്ന എല്ലാ പാപങ്ങൾ, അതിനെ കർത്താവ് വഹിച്ചുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം. അപ്പം മുൾക്കിരീടം എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ചിന്താഗതി, നമ്മൾ വഹിക്കുന്ന സകല പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ആ മുൾക്കിരീടം ചുമതത്. അടുത്ത അഞ്ചാമത് പിന്നെയും അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കൈകളെ അവർ ആണികൾ തറച്ചു. സങ്കീർത്തനം 22-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 22 നിങ്ങൾ വായിച്ചാൽ മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളാണ് അവിടെ വർണ്ണിക്കപ്പെടുന്നത്. 22-ന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവരെൻ്റെ കൈകാലുകളെ തുളച്ചു എന്നും. കൈകളെ തുളയ്ക്കുന്ന എന്താണ് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രവർത്തികൾക്ക് വേണ്ടി അതിന് പ്രായശ്ചിത്തമായിട്ടാണ് കർത്താവിൻ്റെ കൈകളിൽ ആണികൾ തുളയ്ക്കപ്പെട്ടത്. അപ്പോൾ അഞ്ചാമത് കർത്താവിൻ്റെ രക്തം ചൊരിയപ്പെട്ടത് കൈകളിൽ, എൻ്റെ പ്രാണപ്രിയൻ്റെ കൈകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടപ്പോഴാണ് കർത്താവിടെ രക്തം ചൊരിഞ്ഞത്. ആറാമത് അവൻ്റെ കർത്താവിൻ്റെ കാലുകളിൽ അവർ ആണികൾ തുളച്ച് കയറ്റിയപ്പോൾ, അതേ അധ്യായത്തിൽ തന്നെയാണ് സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ. കർത്താവ് രക്തം ചൊരിഞ്ഞത്, കാലുകൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ നടപ്പ്, കർത്താവിനോടൊപ്പം നടക്കാൻ, എൻ്റെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ, അവൻ്റെ വചനത്തിൽ നടക്കാൻ വേണ്ടിയാണ് കർത്താവ് അടുത്ത് രക്തം ചൊരിഞ്ഞത്. കൈകാലുകൾ നമ്മുടെ പ്രവർത്തികളും നമ്മുടെ നടപ്പുമാണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കാൻ, ക്രിസ്തുവിൻ്റെ അതേ ഫലങ്ങളും അതേ സ്വഭാവങ്ങളും അതേ നടപ്പും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് കർത്താവ് അവിടെ ആറാമത് രക്തം ചൊരിഞ്ഞത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 19-ന്റെ 31 32. യോഹന്നാൻ 19-ന്റെ 31 32. അന്ന് ഒരുക്കനാളാ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശന്മേൽ ഇരിക്കരുതെന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലൊടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ മാത്രം കാലുകൾ അവർ ഒടിച്ചില്ല. കർത്താവിന് ഇപ്പുറത്തും അപ്പുറത്തും ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ 2 പേരുടെയും കാലുകൾ ഒടിച്ചു.
അന്ന് കാലുകൾ ഒടിക്കുന്ന ചടങ്ങ് എന്തുവാ, അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ക്രൂശിൽ ഒരാളെ തറച്ചാൽ 2 കൈകളും തറയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ, കാലുകളും തറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അസ്ഥികൾ കാലൊടിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ആ വ്യക്തി മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാലുകൾ ഒടിക്കുക എന്ന് പറയുന്നത്. കാരണം കാലൊടിച്ചു കഴിയുമ്പം ഈ ക്രൂശി കിടക്കുന്ന മനുഷ്യൻ വായു അല്ലെ ശ്വാസം എടുക്കാൻ വേണ്ടി, ബ്രത്ത് എടുക്കാൻ വേണ്ടി ശരീരം മുകളിലോട്ടാക്കും ഇല്ലേ. നമ്മൾ ശ്വാസം എടുക്കാൻ വേണ്ടി ശക്തി എടുത്താണ് മുകളിലോട്ട് ശ്വാസം എടുക്കുന്നത്. നമ്മുടെ മസിൽസും നമ്മുടെ ബോൺസും എല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷേ കാലുകൾ തന്നെ ഒടിച്ചാൽ ആ വ്യക്തിക്ക് 2 കൈകളും ഇങ്ങനെ തറച്ചിരിക്കുന്നത് കൊണ്ട് മുകളിലോട്ട് ശ്വാസം എടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ കാലുകൾ ഒടിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യന് ഒരു വിധത്തിലും ശ്വാസം എടുത്ത് ഇതാകാൻ പറ്റത്തില്ല. അങ്ങനെ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അവർ കാലുകളെ ഒടിക്കുന്നത്. പക്ഷേ സങ്കീർത്തനത്തിലുണ്ടല്ലോ, എൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ലെന്ന്. നമ്മുടെ പ്രാണപ്രിയൻ്റെ അസ്ഥികൾ ഒടിക്കാൻ സമ്മതിച്ചില്ല. അതാ ഏറ്റവും ലാസ്റ്റിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരുടെ അവർ ചെയ്തിട്ടും കർത്താവിൻ്റെ അവർ ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ വിചാരിച്ചു കർത്താവ് മരിച്ചു പോയെന്ന്. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ കർത്താവിൻ്റെ കാലുകൾ അവർ ഒടിച്ചില്ല. അതിൻ്റെ ലാസ്റ്റിൽ അവിടെ എഴുതിയിരിക്കുന്നു 34-ാം അധ്യായം, എങ്കിലും പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അപ്പോൾ ഏറ്റവും അവസാനം ചെയ്തത് എന്താ, നമ്മുടെ കർത്താവിൻ്റെ വിലാപ്പുറത്ത് അവർ കുത്തുകയായിരുന്നു. വിലാപ്പുറത്ത് കുത്തുമ്പോൾ ഏറ്റവും അവസാനം അവിടുന്ന് വന്ന് ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. കർത്താവിൻ്റെ വിലാപ്പുറം തുറന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നതിൻ്റെ വ്യാഖ്യാനം പുതിയ നിയമത്തിൽ നമ്മൾ കണ്ട കർത്താവിൻ്റെ സഭ അവിടെ ഉടലെടുക്കുകയാണ്. ചർച്ച അവിടെ ബോണാകുകയാണ്. നമ്മളും നിങ്ങളും നമ്മളെല്ലാവരും ഇന്ന് കൂടുന്ന സഭ അല്ലേ കർത്താവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രാണപ്രിയൻ കാൽവറിയിൽ തൻ്റെ വിലാപ്പുറം അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ്. അവൻ്റെ ശരീരത്തെ അവൻ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇന്ന് സഭ ഉളവായത്. നമുക്ക് വേണ്ടി കർത്താവ് ഒഴുക്കിയ രക്തം കൊണ്ടാണ് ഈ സഭ ഇന്ന് ഉളവായത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കർത്താവ് ചൊരിയപ്പെട്ട രക്തമെന്ന് വെച്ചാൽ അവൻ്റെ വിലാപ്പുറത്തെ കർത്താവ് വിട്ടുകൊടുത്തു. ആ വിലാപ്പുറത്തെ കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ രക്തവും വെള്ളവും പുറപ്പെട്ട് കർത്താവിൻ്റെ ശരീരം അല്ലെ വിലാപ്പുറം തുറന്നപ്പോൾ അതിൽ നിന്ന് സഭയാണ് പുറപ്പെട്ടു വന്നത്, സഭയാണ് ഉളവായത്. പഴയ നിയമത്തിലും ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ആദാമിനെ ഗാഠനിദ്രയിലാക്കിയപ്പോൾ ആ ഗാഠനിദ്രയിലാണ് ആദാമിൻ്റെ വാരിയല്ലുകളിൽ അവിടുന്ന് തുറന്നാണ് വാരിയല്ലെടുത്ത് സ്ത്രീയെ ഉണ്ടാക്കിയത്. ആ സ്ത്രീ എന്താണ്? മണവാട്ടിയാണ് ഇല്ലേ. സഭയെന്ന മണവാട്ടി ഉണ്ടായത് ആദാമിൻ്റെ വാരിയിൽ നിന്ന്, അല്ലെങ്കിൽ രണ്ടാം ആദാമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തു നിന്നാണ് സഭ ഉളവായത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് പരിശുദ്ധാത്മാവ് വചനത്തിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ വെറുതെ ചുമ്മാ വായിച്ചു പോകുമല്ല, അല്ലെ ഒരു കഥാപുസ്തകം വായിക്കുന്ന പോലെ അത് ചുമ്മാ വായിക്കാതെ അതിൽ നിന്ന് കർത്താവ് എവിടെയാണ്, കർത്താവിനെ എവിടെ എനിക്ക് കിട്ടും, എവിടെ കർത്താവിനെ കാണാൻ പറ്റുന്നു, അങ്ങനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ബൈബിൾ വായിക്കുക. അങ്ങനെ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ജീവൻ നമ്മളിൽ കടന്നു വരും. ഈ വചനത്തിൻ്റെ ജീവനും ശക്തിയും ആത്മീയ സന്തോഷവും ആത്മീയ വിടുതലും നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടും, നമ്മുടെ മനസ്സുകളിലും വെളിപ്പെടും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം നമ്മുടെ ശരീരത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ മാനസിക സൗഖ്യത്തിനും മെൻ്റൽ ഹീലിങ്ങും. ഒത്തിരി പേരിന്ന് മെൻ്റലായിട്ട് അല്ലെങ്കിൽ അവർക്ക് മാനസിക അസ്വസ്ഥതകളുണ്ടല്ലേ, ഇതിനെല്ലാം വേണ്ടിയാണ് കർത്താവ് നമ്മുടെ പ്രാണപ്രിയൻ രക്തം ചൊരിഞ്ഞത്, ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവനെ തന്നത്. സകല മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ മാനസിക ശാരീരികമായ എല്ലാ ഹീലിങ്ങിന് വേണ്ടി, അവരുടെ പ്രവൃത്തികൾക്ക് വേണ്ടി, അവർ ചെയ്ത സകല പാപങ്ങൾക്ക് വേണ്ടി, ദുഷ്ട നടപ്പിന് വേണ്ടി കർത്താവ് പ്രാണൻ വെടിഞ്ഞത്. അതിൽ നിന്നാണ് സഭ ഉളവായത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കർത്താവാണ് നമ്മുടെ ദൈവം അല്ലേ. ആ കർത്താവിനെ ഓർത്ത് എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന കർത്താവ് ചൊരിഞ്ഞ 7 പ്രാവശ്യം കർത്താവ് ചൊരിഞ്ഞ രക്തം, ഓരോ പ്രാവശ്യം ചൊരിഞ്ഞ രക്തത്തിലൂടെ കർത്താവിൻ്റെ സഭയും കർത്താവിൻ്റെ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ വിടുതലിന് വേണ്ടിയാണ് കർത്താവ് ചൊരിഞ്ഞ രക്തം. ഈ രക്തം നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിടുതലുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് രക്തത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തത്തെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ വിടുതൽ നേടിയെടുക്കാം, ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ കർത്താവ് അനുവദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ രക്തം ഭയങ്കര വിടുതലുള്ളതാണ് കേട്ടോ. ഈ രക്തം വെച്ച് നമ്മൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും എല്ലാം നമ്മൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. ഈ രക്തമാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, നമുക്കൊരു കാവലായിട്ട്, നമ്മുടെ എല്ലാത്തിനും ഒരു വേലിയായിട്ട് ഈ രക്തം നമ്മളെ സൂക്ഷിക്കുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇതിലൂടെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.